പ്രകൃതി രമണീയയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ദശരഥന്റെ ഭരണത്തിൽ അയോധ്യ വളരെ ഐശ്വര്യവതിയുമായിരുന്നു. ഇന്ദ്രന്റെ അമരാവതിയേക്കാൾ മനോഹരിയായിരുന്നു അയോധ്യ എന്നാണ് പറയപ്പെടുന്നത്. അവിടെയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കവാടങ്ങളും ഉദ്യാനങ്ങളും പഴത്തോട്ടങ്ങളും നിറയെ ഉണ്ടായിരുന്നു. അവിടുത്തെ വീടുകൾ വലിയ വലിയ മുറ്റമൊക്കെയുള്ള ഭംഗിയുള്ള വീടുകളാണ്. അയോധ്യയുടെ രൂപരേഖ പറഞ്ഞാൽ അഷ്ടപതി എന്ന ഒരു ചതുരംഗ പലക പോലെയായിരുന്നു. അതിൻ്റെ നടുക്കാണ് കൊട്ടാരങ്ങളെല്ലാം സ്ഥിതി ചെയ്തിരുന്നത്. ഈ കൊട്ടാരങ്ങൾ ചന്ദ്രന്റെ വെളുപ്പിനെക്കാട്ടിലും വെളുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ഇതിന്റെ അകത്തളങ്ങളെല്ലാം ചന്ദ്രകാന്ത കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഇത്രത്തോളം മനോഹരവും സുരക്ഷിതവുമായ അയോധ്യ ഒരു വലിയ വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. പല പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വ്യാപാരത്തിനായി അയോധ്യയിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. ഇനി മറ്റൊരു പ്രത്യേകതയാണ്, അയോധ്യയിലെ രാജാവും ജനങ്ങളും സംഗീതത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ സംഗീതത്തിലുള്ള ഭ്രമം കാരണം അനവധി ഗായകന്മാർ അവിടെ വന്ന് സ്ഥിരതാമസമാക്കിയിരുന്നു. ദശരഥ മഹാരാജാവ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് രാജ്യം ഭരിച്ചിരുന്നത്. അയോധ്യയുടെ ശേഖരത്തിൽ ധാന്യത്തിൻ്റെ കുറവ് ഒരിക്കലും ഉണ്ടാകാറില്ല. ഇഷ്ടം പോലെ എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് ധാരാളമായി ധാന്യം ലഭിക്കുമായിരുന്നു. അതേപോലെ ശുദ്ധമായ വെള്ളവും ലഭിക്കുമായിരുന്നു. മാത്രമല്ല അയോധ്യയിലെ വെള്ളം വളരെ മധുരമായിരുന്നു. കരിമ്പിൻ നീര് പോലെ മധുരമായിരുന്നു എന്നാണ് പറയുന്നത്. അയോധ്യയിൽ 2